വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് യു.ഡി.എഫ് നേതാക്കളൊക്കെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൃത്യമായി പറഞ്ഞ യു.ഡി.എഫ് അധികാരത്തിലെത്തിയാൽ PMC-യുമായുള്ള കരാർ റദ്ദാക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിലൊരു ആശങ്ക ഉടലെടുത്തോ? ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ നിയമവശം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതായത് MOU ഒപ്പിട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി അതിൽ നിന്ന് ഒരു കക്ഷിക്ക് പിൻവാങ്ങാൻ കഴിയുമോ, അതിൻ്റെ സാഹചര്യം എങ്ങനെയാണെന്ന് പരിശോധിക്കണം. ഞങ്ങളുടെ നിലപാടിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. എങ്ങനെ അല്ല, ഞങ്ങളുടെ ഈ സമീപനത്തിൽ ഞങ്ങളുടെ നിലപാടിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. എല്ലാവരും അറിയുന്ന നിലപാടാണല്ലോ UDF-നുള്ളത്. പക്ഷെ കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ച ചില സ്ഥിതിവിശേഷമുണ്ട്. ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ്. ഗവൺമെൻറ്റുകളുടെ രാഷ്ട്രീയത്തിന് മാറ്റം ഉണ്ടാകും. ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ്. പക്ഷേ ഇത് വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നവുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിൽ പിന്നെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു നിലപാട് മാത്രമല്ല അതിൽ വരേണ്ടത്. അത് ഞങ്ങൾ ആലോചിച്ച് UDF അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം വൈകാതെ ഉണ്ടാകും. അപ്പോൾ അതിനു മുമ്പ് ഇതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വൈകാതെ അത് കിട്ടും. അല്ല, അങ്ങനെ അല്ലല്ലോ. നിലവിലുള്ളൊരു സ്റ്റാറ്റസ് പരിശോധിച്ച് അതിൻ്റെ വിവിധ വശങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. അല്ലാതെ നടക്കാനിരിക്കുന്ന ചർച്ചയിലെ തീരുമാനം എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ചർച്ച നടക്കട്ടെ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നിലപാടിൽ ഇപ്പോഴും യാതൊരു വ്യത്യാസവുമില്ല. ഇത് ഇങ്ങനെ വെക്കാൻ പാടില്ല. കേന്ദ്രം പറയുന്നത് കേരളം പഠിപ്പിക്കണം എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ഈ പ്രശ്നത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യം ഇതാണ്. PM ശ്രീയിൽ സംസ്ഥാനം ഒപ്പുവെച്ചു. പിന്നീട് കുറേ കഴിഞ്ഞിട്ടാണ് ഇതിൽ അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങളും വിമർശനങ്ങളൊക്കെ വന്നപ്പോൾ തൽക്കാലം നിർത്തിവെക്കാൻ പറഞ്ഞു. അതിനിടയിൽ കുറച്ച് ഫണ്ട് കൊടുക്കുകയും അതിവിടെ സ്വീകരിക്കുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സംഭവിച്ചതാണ്. ഇനി ആ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ. ഞങ്ങളുടെ നിലപാട് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അതിന് വേറെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതിനനുസൃതമായൊരു തീരുമാനം ഉണ്ടാവും. +1 സീറ്റിൻ്റെ കുറവ്. +1 സീറ്റിൻ്റെ കുറവ് ചില ജില്ലകളിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് മലപ്പുറത്താണ്. അപ്പം ഞങ്ങളിപ്പോൾ തീരുമാനിച്ചത്, ഇതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് എടുത്ത് അതിൽ തീരുമാനിച്ചത്, കുറേ അഡീഷണൽ ബാച്ചുകൾ സർക്കാർ സ്കൂളുകൾ കുറേ അഡീഷണൽ ബാച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഈ അഡീഷണൽ ബാച്ചുകളിൽ ഉൾപ്പെടെ മാർജിനൽ ഇൻക്രീസും കൂട്ടി കണ്ടുകൊണ്ട് ഇത്തവണത്തെ അലോട്ട്മെൻറ്റ് നടത്താം. മറ്റത് ആദ്യം അനുവദനീയമായ സീറ്റിൽ നടത്തിയിട്ട് പിന്നെയാണ് അഡീഷണലിലേക്ക് വരിക. അതല്ലാതെ ഈ 350 അഡീഷണൽ ബാച്ച് വേണ്ടി വരും. അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് അലോട്ട്മെൻറ്റ് നടത്തുക. എന്നിട്ട് ബാലൻസ് വന്നാൽ ആ ജില്ലകളിൽ പ്രത്യേകമായ സംവിധാനം. പിന്നെ സ്ഥിരമായ ബാച്ച് കാര്യങ്ങൾ കുറവുള്ളത് കൊടുക്കണമെങ്കിൽ അതൊരു ഫൈൻഡിങ്സ് വേണം. അത് കഴിഞ്ഞ് അതിനുള്ള ചില നടപടിക്രമങ്ങളും വേണം. അതൊന്നും ഇപ്പോൾ ഈ വർഷം നമ്മുടെ മുമ്പിൽ സമയമില്ല. അധ്യയന വർഷം അതിൻ്റെ വക്കത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ചുമതല ഏറ്റെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പരമാവധി എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള സൗകര്യം ഒരുക്കും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇനി മാറ്റം വരുത്താനുള്ള ദിവസമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഈ ഒരാഴ്ചയാണ്. ഇത് നമ്മൾ സീറ്റ് അധികമായി കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണ്ടേ. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് വേണം. അതുപോലെ തന്നെ അത് അങ്ങനെ ഓരോ സ്ഥലത്തും സീറ്റ് അനുവദിക്കുന്നതിനൊരു പ്രോസസ്സ് വേണ്ടേ. അപ്പോൾ അതൊക്കെ ഒന്ന് പരിശോധിക്കാനുള്ളൊരു സാവകാശം വേണമെന്ന് ഞാൻ പറഞ്ഞോളൂ. സീറ്റ് വേണം. മലപ്പുറം ഉൾപ്പെടെ പാലക്കാട്, മലപ്പുറവും കഴിഞ്ഞാൽ പിന്നെ പാലക്കാടാണ്. മലപ്പുറവും പാലക്കാടും അതുപോലെ തന്നെ വയനാട്ടിലും അങ്ങനെ ചില ജില്ലകളിൽ, എനിക്ക് തോന്നുന്നു തെക്കും 1-2 ജില്ലകളിൽ കുറവുണ്ട്. അപ്പോൾ അത് പരിശോധിച്ച് ആ കുറവുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ഇതിൽ വരുന്നൊരു ഇഷ്യൂ എന്താ വെച്ചാൽ, ഇവർ തരുന്ന കണക്കുകളിലൊക്കെ അൺഎയ്ഡഡ് ബാച്ചുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കണക്ക് പറയുന്നത്. സാധാരണ സീറ്റില്ല എന്ന് പറയുമ്പോൾ വരുന്നൊരു പ്രയാസം അതാണ്. പക്ഷെ അത്തരം കുറേ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കണമുണ്ട്. ചില ജില്ലകളിൽ സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളിലും അത് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് പരിശോധിച്ച്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കുറേ ഒഴിഞ്ഞു കിടക്കുന്ന ബാച്ചുകൾ ആവശ്യമുള്ളിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്രാവശ്യവും തുടരും. പാഠപുസ്തകം അച്ചടി പൂർത്തിയായിട്ടുണ്ട്. ഒരു കവറിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു.
അവർക്ക് ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു കോർപ്പറേഷനാണ് ഇവർക്ക് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മെറ്റീരിയൽ സപ്ലൈ ചെയ്തിരുന്നത്. പൈസ കൊടുക്കാത്തത് കൊണ്ട് അത് മുടങ്ങിയിരുന്നു. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അതൊക്കെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അച്ചടി വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പൂർത്തീകരിച്ച പുസ്തകങ്ങൾ മൂവ് ചെയ്യുന്നുണ്ട്. ഈ ബുക്ക് ഡിപ്പോകളിൽ നിന്ന് സ്കൂളുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. KPBS ഇത് അച്ചടിക്കുന്ന കേന്ദ്രം, അവിടെ നിന്ന് 3.5 ലക്ഷം പുസ്തകമാണ് ഒരു ദിവസം. ഇന്നാലേ നമുക്ക് 30-ാം തീയതിക്കുള്ളിൽ എല്ലായിടത്തും പുസ്തകത്തോളൂ. 3.5 ലക്ഷം പുസ്തകം അവിടെ നിന്ന് മൂവ് ചെയ്യണം. അപ്പോൾ അതുവരെ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ചില ദിവസങ്ങളിൽ 2 ലക്ഷമോ 1.5 ലക്ഷമൊക്കെയാണ് പോകുന്നത്. അങ്ങനെ പോയാൽ 30-ാം തീയതിക്കുള്ളിലാവില്ല. പക്ഷേ ഇന്നലെ നമ്മളത് വീണ്ടും പറഞ്ഞപ്പോൾ ഇന്നലെ മൂവ് ചെയ്തത് 3.5 ലക്ഷം പുസ്തകമാണ്. അതായത് പുസ്തക അച്ചടി കേന്ദ്രത്തിൽ നിന്ന് വിവിധ ജില്ലകളിലേക്കായിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ വാച്ച് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വന്ന ഉടൻ ഇതിൽ നിതാന്ത ജാഗ്രത കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഉദ്യോഗസ്ഥർ നമുക്ക് ഉറപ്പ് തരുന്നത്, ഇന്നലെയും നമ്മുടെ DG ഡയറക്ടർ ജനറൽ എഡ്യൂക്കേഷൻ പറഞ്ഞത് കൃത്യമായിട്ട് 30-ാം തീയതിക്കുള്ളിൽ എല്ലായിടത്തും പുസ്തകം എത്തുന്നതിന്. നമ്മൾ ഈ ആദ്യമായിട്ട് വകുപ്പ് വന്നൊരു സർക്കാരാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ നയത്തിലും എയുടെ ആവശ്യം വളരെയധികം ഉയർന്നുവരികയാണ്. അപ്പോൾ അങ്ങനത്തെ ഗുരുതരമായ മാറ്റങ്ങൾ വിദ്യാഭ്യാസ ഞാനിതേ ചോദ്യം ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ ഞാൻ ചോദിച്ചു. അപ്പോൾ IT സ്കൂളുമായി ബന്ധപ്പെട്ട് വളരെ ചെറിയ നിലക്കുള്ള സംഗതികളെ ഇപ്പം നമ്മുടെ സിലബസിൽ വന്നിട്ടുള്ളൂ. ഇനി അത് കൂടുതലായിട്ട് വരുത്തേണ്ടതുണ്ട്. അതിന് പാഠപുസ്തക പരിഷ്കരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് AI ഉൾപ്പെടുത്താനുള്ള ഇത് ഇനി ഞങ്ങൾ തുടർന്ന് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഇപ്പം നിലവിലില്ല, വളരെ ലിമിറ്റഡേ ഉള്ളൂ. ഈ ഒരു അക്കാഡമിക് ഇയർ കഴിയണം. അതിനിടയിൽ അതിന് ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തീകരിച്ച് ഇതൊരു CRT ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത് ഉണ്ടാക്കി വരണ്ടേ. ഇനിയുള്ള കാലത്ത് AI പഠിപ്പിക്കാതിരിക്കാൻ കഴിയില്ല, കാര്യമായി ഉൾപ്പെടുത്തണം. ഇന്നൊരു വാർത്ത ഉണ്ടായി, അതായത് 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സിനും കുട്ടികൾ അർദ്ധവാർഷിക പരീക്ഷ കഴിയുമ്പോൾ അവരുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് 70-75% പേരാണ് ജയിക്കുന്നത് എല്ലാ വിഷയങ്ങളും. പക്ഷെ അത് തൊട്ട് 2 മാസം കഴിഞ്ഞ് ഫൈനൽ എക്സാം ആകുമ്പോൾ SSLCയിലേക്ക് വരുമ്പോൾ അത് ഫുൾ ശതമാനത്തിലേക്ക്, അതായത് 98% SSLC റിസൾട്ടും വരുന്നത്. ഈ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും വാർഷിക പരീക്ഷകളും ഈ രീതിയിൽ തന്നെയാണ് കുട്ടികൾ ജയിച്ചു വരുന്നത്. പല അധ്യാപകരും പറയുന്നത് ഈ കുട്ടികളെ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ജയിപ്പിച്ചു വിടുന്ന ഒരു സമ്പ്രദായം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു നിലപാട് അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയല്ലേ കുറച്ചുകൊണ്ട് വരുന്നത്? എന്താണ് അഭിപ്രായം? നിങ്ങൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ അങ്ങനെയാണ്. പക്ഷെ അതൊന്ന് പരിശോധിക്കണം. ഇതൊരു ആരോപണമാണ്. ഇങ്ങനെ മുമ്പുണ്ടായിരുന്ന ഇങ്ങനെ ആരോപണങ്ങൾ, അതായത് വിജയം റിസൾട്ട് പെരുപ്പിച്ച് കാണിക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേതായാലും അതൊരു പരിശോധിച്ചിട്ട് പറയാം.